സന്ധ്യയാവാറായി. തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് അരിയിട്ട് അദ്ദേഹം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇടതുകാലില് മന്തുണ്ട് നാറാണത്ത് ഭ്രാന്തന്. അപ്പോൾ ആ കാല് വലിച്ചു കയറ്റി അടുപ്പിന്റെ ഒരു കല്ലിൽ വെച്ച് തീ കാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു മൂളിപ്പാട്ടൊക്കെ പാടി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നല്ല കാറ്റൊക്കെ വീശാൻ തുടങ്ങിയപ്പോൾ ചെറുതായിട്ട് ഉറക്കമൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ ഉറക്കം തൂങ്ങി അരി വേവുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം. അത് ഒരു മഞ്ഞുകാലമായിരുന്നു. അതുകൊണ്ട് രാത്രിയാകുമ്പോൾ നല്ല തണുപ്പും ഉണ്ടാവും. തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ചെറിയൊരു ആശ്വാസമൊക്കെ നാറാണത്തെ ഭ്രാന്തന് തോന്നി. അങ്ങനെ നല്ല രസമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അതാ വലിയൊരു ബഹളമൊക്കെ കേൾക്കാൻ തുടങ്ങി. ശ്മശാനാണല്ലോ. കഥയാണേ. ഭൂതപ്രേത പിശാചുക്കളോടൊക്കെ കൂടി ആർത്ത് തിമർത്തുകൊണ്ട് അതാ ചുടല ഭദ്രകാളി വരുന്നു. ആർത്തട്ടഹസിച്ചും അലറിക്കൊണ്ടൊക്കെയാണ് ഇവർ വരുന്നത്. സാധാരണക്കാരെ ആര് കേട്ടാലും പേടിച്ച് അപ്പോൾ തന്നെ ബോധം പോവും. കേൾക്കുമ്പോ തന്നെ ചെറിയൊരു പേടിയൊക്കെ തോന്നിയില്ലേ? പക്ഷേ നാറാണത്തെ ഭ്രാന്തന് ഒരു കുലുക്കവും ഉണ്ടായില്ല. ഇവരുടെ ബഹളമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും തന്റെ മൂളിപ്പാട്ടൊക്കെ പാടി അങ്ങനെ ആസ്വദിച്ച് തീ കായിക തന്നെ. അവരെല്ലാവരും ഇങ്ങനെ നടന്നു വന്നപ്പോൾ അതാ ഒരു മനുഷ്യൻ ഒരു പേടിയില്ലാതെ അവിടെ ഇരിക്കുന്നു. ചുടല ഭദ്രകാളിക്ക് വന്ന ദേഷ്യത്തിന് കണക്കില്ല. അലറിക്കൊണ്ട് അവർ ചോദിച്ചു, ആരാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഇപ്പൊ തന്നെ എഴുന്നേറ്റ് പോണം എന്ന് പറഞ്ഞു. നാറാണത്ത് ഭ്രാന്തൻ മെല്ലെ ഒന്ന് നോക്കി. നാക്കൊക്കെ നീട്ടി കണ്ണൊക്കെ തുറിച്ചുകൊണ്ട് കാണുമ്പോൾ തന്നെ ആളുകൾക്ക് പേടിയാകും. പക്ഷെ നാറാണത്ത് ഭ്രാന്തൻ തന്റെ അരി വെന്തോ എന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇത്രയും വലിയ കണ്ണുണ്ടായിട്ടാണോ ഇങ്ങനെ ചോദിക്കുന്നത്? ഇവിടെ ഇരിക്കുന്നത് ആരാണെന്ന് കണ്ടില്ലേ? ഞാനൊരു മനുഷ്യനാണ്. ഇപ്പോൾ പോകാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഭദ്രകാളി ചോദിച്ചു, ഓഹോ അങ്ങനെയാണോ? എന്നാൽ ഞങ്ങൾ നിന്നെ പേടിപ്പിച്ചിട്ട് തന്നെ കാര്യം. ഭ്രാന്തൻ പറഞ്ഞു, നിങ്ങൾ പേടിപ്പിച്ചാൽ ഞാൻ പേടിച്ചില്ലെങ്കിലോ? ഭദ്രകാളിക്ക് വീണ്ടും ദേഷ്യം വന്നു. ഞങ്ങൾ പേടിപ്പിച്ചാൽ പേടിക്കാതെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഭ്രാന്തൻ പറഞ്ഞു, ശരി, എന്നാലൊന്ന് പരീക്ഷിച്ചു നോക്കിക്കോ. ഇത് കേട്ടപ്പോൾ അവർക്ക് കോപം സഹിക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും കൂടി അവരുടെ തീക്കട്ട പോലെ ഇരിക്കുന്ന കണ്ണുകൾ തുറിച്ച് നാവുകളൊക്കെ വളച്ച് കടിച്ച് വലിയ ദംഷ്ട്രകളും പല്ലുകളും ഒക്കെ പുറത്തേക്ക് തള്ളിച്ച് വലിയ അട്ടഹാസത്തോടുകൂടി ഭ്രാന്തനെ പേടിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ നേരെ പാഞ്ഞെടുത്തു. നാറാണത്തെ ഭ്രാന്തനാകട്ടെ അത് കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. ഒരല്പമെങ്കിലും പേടിച്ചിരുന്നെങ്കിൽ ഈ ചുടല ഭദ്രകാളികൾക്കും കൂട്ടർക്കും ഇത്ര വിഷമമാവില്ലായിരുന്നു. അവർക്കാകെ നാണക്കേടായി. ഇനി എന്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അവർ പരസ്പരം നോക്കാൻ തുടങ്ങി. അപ്പോൾ ഭ്രാന്തൻ ചോദിച്ചു, എന്താ പേടിപ്പിച്ചു കഴിഞ്ഞോ? ഭദ്രകാളി പറഞ്ഞു, അങ്ങൊരു സാധാരണ മനുഷ്യനാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തത്. പക്ഷെ അങ്ങനെ അല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇതാ ഞങ്ങൾ അപേക്ഷിക്കുന്നു, ദയവ് ചെയ്ത് ഇവിടെ നിന്ന് ഒന്ന് മാറിത്തരണം. ഞങ്ങൾക്ക് ഈ ചുടലയിൽ നൃത്തം ചെയ്യാനുള്ള സമയമാണിത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടെ നിന്ന് ഒന്ന് മാറിത്തരണം. അപ്പോൾ ഭ്രാന്തൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നൃത്തം ചെയ്തോളൂ, ഞാനിവിടെ ഒരറ്റത്ത് ഇരിക്കുകയല്ലേ, അതിന് എന്നെ എഴുന്നേൽപ്പിച്ചു വിടുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. ഭദ്രകാളി പറഞ്ഞു, അങ്ങനെയല്ല, മനുഷ്യർ കാണുമ്പോൾ ഞങ്ങൾക്ക് നൃത്തം ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മനുഷ്യരെ പേടിപ്പിക്കുന്നത്. ദയവ് ചെയ്ത് അങ്ങൊന്ന് എഴുന്നേറ്റ് പോകണം. അപ്പോൾ ഭ്രാന്തൻ പറഞ്ഞു, ഞാൻ ഇന്ന് ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾ നാളെ നൃത്തം ചെയ്താൽ മതി. ഇനി എത്ര കരഞ്ഞപേക്ഷിച്ചിട്ടും ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞു. ഭദ്രകാളിയോടാണ് ഈ പറയുന്നത് എന്ന് ഓർക്കണം. ഭദ്രകാളി പറഞ്ഞു, അങ്ങനെയല്ല, ഇന്നാണ് ഞങ്ങൾക്ക് നൃത്തം ചെയ്യേണ്ട ദിവസം, നാളെ അത് പറ്റില്ല. അപ്പോൾ ഭ്രാന്തൻ പറഞ്ഞു, ഇന്ന് ചെയ്യണമെങ്കിൽ ചെയ്തോളൂ, പക്ഷെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല. നിങ്ങളെ പോലെ തന്നെ എനിക്കും ചില പതിവുകളൊക്കെ ഉണ്ട്. തീയും വെള്ളവും കിട്ടുന്ന ദിക്കിൽ അരി വയ്ക്കുക എന്നതാണ് അതിൽ പ്രധാനപ്പെട്ട പതിവ്. അരി വയ്ക്കുന്ന സ്ഥലത്ത് തന്നെ ഉണ്ണണം, ഉണ്ണുന്ന സ്ഥലത്ത് തന്നെ കിടക്കണം. ഇങ്ങനെയൊക്കെയാണ് പതിവ്. അതൊന്നും തെറ്റിക്കാൻ പറ്റില്ല. ഒരു വിധത്തിലും ഈ നാറാണത്ത് ഭ്രാന്തനെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ കഴിയില്ല എന്നവർക്ക് മനസ്സിലായി. അപ്പോൾ ഭദ്രകാളി വീണ്ടും അപേക്ഷിച്ചു, അല്ലയോ മഹാനുഭാവ, അവിടുന്ന് ഒരു വിധത്തിലും സമ്മതിക്കില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾ നൃത്തം ഇന്ന് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്.
എന്നാൽ ഞങ്ങൾക്ക് മറ്റൊരു പതിവും കൂടിയുണ്ട്. അത് കേട്ടതോടെ നാരായണത്തെ ഭ്രാന്തൻ ഓ ഇനിയും ഉണ്ടോ പതിവുകൾ എന്ന ഭാവത്തിൽ നോക്കി. എന്നിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അടുത്ത പതിവ്? ഭദ്രകാളി പറഞ്ഞു, ഞങ്ങൾ മനുഷ്യരെ നേരിട്ട് കാണാറില്ല. ഞങ്ങൾ ഉണ്ടാകുമെന്ന് പേടിച്ചിട്ട് സാധാരണ ആരും ഈ വഴിയൊന്നും വരില്ല. ഇനി കണ്ടാൽ തന്നെ അവരെ അനുഗ്രഹിക്കുകയോ ശപിക്കുകയോ ചെയ്യാം. അല്ലാതെ ഞങ്ങൾക്ക് അവിടെ നിന്ന് പോകാൻ പാടില്ല. അങ്ങ് സാധാരണക്കാരനല്ല, അതുകൊണ്ട് അങ്ങയെ ശപിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അനുഗ്രഹിക്കണമെന്നാണ് വിചാരം. അതുകൊണ്ട് അങ്ങേക്ക് ആഗ്രഹമുള്ളത് എന്താണ് എന്ന് അത് സാധിപ്പിച്ചു തരാം. നാരായണത്ത് ഭ്രാന്തന് വീടില്ല, സ്വത്തില്ല, പണമില്ല, അന്നത്തെ ഭക്ഷണമോ വസ്ത്രമോ ഒന്നുമില്ല. ഭദ്രകാളിയോട് ആവശ്യപ്പെട്ട ആവശ്യമുള്ളതെല്ലാം കിട്ടുകയും ചെയ്യും. ഇതൊക്കെ അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. പക്ഷെ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്നറിയാമോ? എനിക്ക് നിങ്ങളുടെ അനുഗ്രഹമൊന്നും വേണ്ട, നിങ്ങൾ പോയിക്കൊള്ളൂ. എന്റെ ചോറിതാ കാലമായിരിക്കുന്നു, ഞാനൊന്ന് ഉണ്ടോട്ടെ. ഭദ്രകാളി ഉടനെ അപേക്ഷിക്കാൻ തുടങ്ങി. അയ്യോ, അങ്ങനെ പറയരുത്. ദയവായി എന്തെങ്കിലും ഒരു വരം ചോദിക്കണം, അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ സാധിക്കില്ല. ഭ്രാന്തന് ചെറുതായിട്ട് ദേഷ്യം തോന്നാൻ തുടങ്ങി. ഇത് വലിയ ശല്യമായല്ലോ. ഇനിയിപ്പോൾ ഈ ഒരു ആവശ്യവുമില്ലാത്ത കാര്യത്തിന് വേണ്ടി ഞാൻ ആലോചിക്കാമല്ലോ. എന്തെങ്കിലുമൊക്കെ ചോദിക്കുക തന്നെ. എന്നിട്ട് നാരായണത്ത് ഭ്രാന്തൻ ചോദിച്ചു, ഞാൻ എന്ന് മരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ഭദ്രകാളി പറഞ്ഞു, അത് ഞങ്ങൾക്കറിയാം. ഇനി 36 വർഷവും 6 മാസവും 12 ദിവസവും 5 നാഴികയും 3 വിനാഴികയും കഴിയുമ്പോൾ അങ്ങ് മരിക്കും. വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. ഭ്രാന്തൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, 36 സംവത്സരവും 6 മാസവും 12 ദിവസവും 5 നാഴികയും 3 വിനാഴികയും കഴിയുമ്പോൾ ഞാൻ മരിക്കും എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. എനിക്ക് ഒരു ദിവസം കൂടി കൂടുതൽ ജീവിക്കണമെന്ന് ഒരാഗ്രഹമുണ്ട്. എന്നെ അങ്ങനെ അനുഗ്രഹിച്ചോളൂ. അപ്പോൾ ഭദ്രകാളി പറഞ്ഞു, അയ്യോ, അത് ഞങ്ങൾ വിചാരിച്ചാൽ നടക്കില്ല. ഒരു ദിവസം എന്നല്ല, ഒരു മാത്ര സമയം കൂടി ആയുസ് കൂട്ടിത്തരാൻ ഞങ്ങൾക്ക് കഴിവില്ല. അപ്പോൾ ഭ്രാന്തൻ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, ശരി, എന്നാൽ അത് വേണ്ട. നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞല്ലോ, ഒരു ദിവസം കുറച്ചു തന്നാലും മതി. അങ്ങനെ അനുഗ്രഹിച്ചോളൂ. അപ്പോൾ ഭദ്രകാളി പറഞ്ഞു, അതും ഞങ്ങൾക്ക് കഴിയില്ല. ഭ്രാന്തൻ പറഞ്ഞു, ആയുസ് കൂട്ടാനും കഴിയില്ല, കുറയ്ക്കാനും കഴിയില്ല. പിന്നെ നിങ്ങൾക്ക് എന്താണ് കഴിയുന്നത്? എന്നാൽ അനുഗ്രഹം തരാതെ പോവുകയുമില്ല. ആദ്യമേ ഞാൻ പറഞ്ഞു എനിക്ക് അനുഗ്രഹമൊന്നും വേണ്ട എന്ന്. അപ്പോൾ നിങ്ങൾ സമ്മതിക്കുന്നുമില്ല. എന്നാൽ ചോദിച്ച അനുഗ്രഹമൊന്നും തരാനുള്ള കഴിവും നിങ്ങൾക്കില്ല. എന്തിനാണ് എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് എന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് നാരായണത്ത് ഭ്രാന്തൻ ചോദിച്ചു. അപ്പോൾ ഭദ്രകാളി വളരെ താഴ്മയോടുകൂടി അപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, ദയവ് ചെയ്ത് ഞങ്ങൾക്ക് തരാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു വരം വേണം അങ്ങ് ചോദിക്കാൻ. ഭ്രാന്തൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് കഴിയുന്ന ഒരു കാര്യം ഞാൻ ചോദിക്കാം. എന്റെ ഈ ഇടതുകാലിന്മേലിരിക്കുന്ന മന്ത് കണ്ടില്ലേ നിങ്ങൾ? ഇത് വലതുകാലിന്മേലേക്ക് ആക്കി തരിക. ഇതെങ്കിലും നിങ്ങൾ വിചാരിച്ചാൽ കഴിയില്ലേ എന്ന് ചോദിച്ചു. ഭദ്രകാളിക്കും കൂട്ടർക്ക് സന്തോഷമായി. അവർക്ക് അത് കഴിയുമായിരുന്നു. അങ്ങനെ ആവട്ടെ എന്ന് അനുഗ്രഹിച്ചു അവർ നാരായണത്ത് ഭ്രാന്തന്. ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ഇടതുകാലിലുള്ള മന്ത് വലതുകാലിലേക്കായി. അവരൊക്കെ തിരിച്ചു പോയപ്പോൾ നാരായണത്ത് ഭ്രാന്തൻ ഊണും കഴിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങി. രാവിലെ തന്നെ എഴുന്നേറ്റ് കല്ലുരുട്ടാൻ പോവുകയും ചെയ്തു. ഇതാണ് നാരായണത്ത് ഭ്രാന്തന്റെ ഒരു കഥ. ചില കാര്യങ്ങളൊന്നും ആര് വിചാരിച്ചാലും മാറ്റാൻ കഴിയില്ല എന്നൊരു സന്ദേശം കൂടി ഈ കഥ തരുന്നുണ്ട്. പണ്ട് 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 ഐതിഹ്യമലയിലെ മറ്റൊരു കഥയുമായിട്ട് അടുത്ത ആഴ്ച.